ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. കഴിഞ്ഞ കാര്യങ്ങളൊന്നും അവര് വിളിച്ചു പറയാൻ ഇടവരുത്തരുത്. അതിന് നമുക്ക് എന്തെങ്കിലും ചെയ്തേ പറ്റൂ. അതിനു മുമ്പ് അവര് പ്രൊട്ടക്ഷനുള്ള എന്തോ സാമഗ്രികളൊക്കെ ബാഗിൽ വെച്ചിട്ടില്ലേ? അതുപോലെ ബോംബോ തോക്കോ ഒക്കെ ആവാം. അതെന്താണെന്നൊന്ന് കണ്ടുപിടിക്കണല്ലോ അമ്മേ. കണ്ടുപിടിക്കണം. അമ്മയുടെ അത്രയും തന്നെ മുടി മോൾക്കും ഉണ്ട്. ഈ പ്രായത്തില് മോളെ പോലെ തന്നെയാ പത്മ ഇരുന്നത്. അമ്മയും ഞാനും ഒരുപോലെയാണോ അമ്മമ്മ ഇരിക്കുന്നത്? ഒത്തിരി സാമ്യതകളുണ്ട്. എനിക്ക് തോന്നുന്നത് വർമ്മ സാറിന്റെ ചായ മോൾക്ക് കൂടുതലെന്നാ. അല്ലേ? ആ, പ്രതാപന്റെ ചായ കൂടുതല്. പക്ഷേ നടപ്പും ചില മാനരസങ്ങളും പത്മയെ പോലെ തന്നെയാ. ആ കേട്ടോ ഭദ്രേ? പറയൂ തമ്പുരാട്ടി. കാര്യം എന്തൊക്കെ പറഞ്ഞാലും ഋതുമോള് കുറച്ചുകൂടി തന്റേടിയ. പക്ഷേ എന്റെ പത്മ വെറും പാവമായിരുന്നു. അതാ ജീവിതത്തിൽ അവള് തോറ്റുപോയത്. എന്തൊക്കെ പറഞ്ഞാലും ജീവിതം ഒരു മത്സരക്കളം തന്നെയാ. ഫൈറ്റ് ചെയ്ത് നിൽക്കാനുള്ള കെൽപ്പില്ലെങ്കിൽ തോറ്റുപോകും. സംശയം വേണ്ട. അത് തമ്പുരാട്ടി പറയുന്നത് 100% ശരിയാ. ഞാൻ ഫൈറ്റ് ചെയ്തല്ലേ ഇവിടം വരെ എത്തിയത്. അമ്മ എന്തിനാ അമ്മമ്മ പാവ എന്നെ ഉപേക്ഷിച്ചു പോയത്? അതൊക്കെ ഒരു വലിയ ചരിത്രം മോളെ. അതിന്റെയൊക്കെ പിന്നില് ചില ശക്തികളുണ്ട്. അവരെയൊക്കെ ഈ അമ്മമ്മ പിടികൂടും. പകരം വീട്ടിയിട്ടേ ഞാൻ തിരിച്ചു പോകൂ. അമ്മമ്മ ഇനി എന്നെ വിട്ട് എങ്ങോട്ടും പോവാൻ പാടില്ല. പോകില്ല. എന്റെ മോള് സമാധാനത്തോടെ ഉറങ്ങിക്കോ. അമ്മമ്മയും കൊച്ചുമോളും ജോയിന്റ് ആയ സ്ഥിതിക്ക് ഇനി ഭദ്ര എന്ന കമാൻഡോയുടെ ആവശ്യമില്ല. എസ്കോട്ട് അവസാനിപ്പിച്ച് നാളെ ഞാൻ മടങ്ങാ. ശരി, അങ്ങനെ ആയിക്കോട്ടെ. നീ കൊട്ടാരത്തിലേക്ക് പോയിക്കോ. ആവശ്യം വന്നാ ഞാൻ വിളിച്ചോളാം. ഓ, പിന്നെ ഈ വീടിനകത്ത് ദൈവങ്ങളുള്ള പോലെ തന്നെ 1-2 ചെകുത്താന്മാരും ഉണ്ട്. വെള്ളപ്പാറ്റയെ പോലെ പാറി നടക്കുന്ന ആ സ്ത്രീയും ഒരു തൊഴിലും ചെയ്യാതെ അവരുടെ പിറകെ വേതാളത്തെ പോലെ നടക്കുന്ന ആ വെടല ചെറുക്കനും. പിശാചുക്കളാ. അവരെ സൂക്ഷിക്കണം. തമ്പുരാട്ടിക്ക് പ്രൊട്ടക്ഷനുള്ള എല്ലാ സാധന സാമഗ്രികളും ഞാൻ ബാഗിൽ വെച്ചിട്ടുണ്ട്. ആവശ്യം വരുമ്പോ എടുത്ത് താങ്ങിക്കോണം. വാടാ. ആ സ്ത്രീയെ രണ്ടും കൽപ്പിച്ചാണല്ലോടെ മോനെ വന്നിരിക്കുന്നത്. പകരം വീട്ടു നോക്കി അവര് പറയുന്നേ. കാര്യങ്ങളാകെ കുഴപ്പത്തിലാവൂലോടാ. ആ അമ്മായിയുടെ അറിവോടെ തന്നെ ആയിരിക്കും
ഇവര് വന്നിരിക്കുന്ന അല്ലേ അമ്മേ? ഏയ്, അതിനുള്ള ഒരു സാധ്യതയില്ല. തന്നെയുമല്ല, ഈ അമ്മയും മകളും തമ്മിലെ മുടിഞ്ഞ ശത്രുതയില്ല. എന്തായാലും ഒരു കാര്യം വ്യക്തമായി. എന്താ അമ്മേ? അവരുടെ ലക്ഷ്യം നീ ഞാനും മാത്രം. വരട്ടെ അമ്മേ, നമുക്കൊരു കൈ നോക്കാം. അതല്ലടാ, ഹിസ്റ്ററിയൊക്കെ അവർക്ക് കൃത്യമായിട്ട് അറിയാം. ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചവരോട് കണക്ക് തീർക്കുമെന്ന് അവര് വ്യക്തമായിട്ട് പറഞ്ഞു. സൂര്യമംഗലം കൊട്ടാരത്തിലെ സരസ്വതി ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അവരത് നടപ്പാക്കിയിട്ടേ മടങ്ങിപ്പോവും. പ്രതാപന്റെയും പത്മാവതിയുടെയും ദാമ്പത്യ ജീവിതം തകർത്തത് ഞാനാണെന്ന് ഒരു പക്ഷേ അവർക്ക് സംശയം ഉണ്ടായിരിക്കാം. ആ, അങ്ങനെ ഒരു ഡൗട്ട് അടിക്കാൻ സാധ്യതയുണ്ടമ്മേ. ഇതെല്ലാം പ്രതാപനോട് അവര് പറയുമോന്നാ എന്റെ പേടി. ഹ, അങ്ങനെ പറഞ്ഞ വല്യമ്മാവനത് വിശ്വസിക്കോ? ഞാനെന്ന് പറഞ്ഞ പ്രതാപന് ദൈവമാ. ആ വിശ്വാസം അവന് നഷ്ടപ്പെടരുത്. നഷ്ടപ്പെട്ട ഞാനുമില്ല, നമ്മളുമില്ല. കഴിഞ്ഞ കാര്യങ്ങളൊന്നും അവര് വിളിച്ചു പറയാൻ ഇടവരുത്തരുത്. അതിന് നമുക്കെന്തെങ്കിലും ചെയ്തേ പറ്റൂ. അതിനു മുമ്പ് അവര് പ്രൊട്ടക്ഷനുള്ള എന്തോ സാമഗ്രികളൊക്കെ ബാഗിൽ വെച്ചിട്ടില്ലേ? അതുപോലെ ബോംബോ തോക്കോ ഒക്കെ ആവാം. അതെന്താണെന്നൊന്ന് കണ്ടുപിടിക്കണല്ലോ അമ്മേ. കണ്ടുപിടിക്കണം. പക്ഷേ അതിനെന്താണോ ഒരു വഴി? അവര് ഉറങ്ങുന്ന സമയത്ത് ഞാൻ അവരുടെ മുറിയൊന്ന് പരിശോധിച്ചാലോ? എടാ, ആപത്താവും. ശ്ശേ, അമ്മ പേടിക്കണ്ട, അതിനൊക്കെ ഞാൻ എക്സ്പേർട്ടാ. ഇനി വെച്ച് താമസിപ്പിക്കണ്ട, ഇന്ന് രാത്രി തന്നെ മുറി കയറാം. എന്റെ പൊന്നു മോനെ, സൂക്ഷിക്കണേ. അമ്മ ധൈര്യമായിട്ടിരിക്കെ. ഈ ഒരു ചെറിയ കാര്യം ചെയ്തില്ലെങ്കിൽ ഞാനൊരു ആണാണോ അമ്മേ?